ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് തന്നത്. അത് ലീഗലാണെങ്കിൽ അതൊരു അടിപൊളി സംഭവമാണ്. ഞാൻ ലീഗലാണെങ്കിൽ എന്ന് പറയാൻ കാരണം ഇപ്പോഴും കളർ ടാക്സി പിടിക്കുന്ന പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, റെൻറ്റ് വണ്ടി പ്രോപ്പറായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. നമസ്കാരം. നിങ്ങൾ ക്യുക്ക് റൈഡ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കാർപൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്നില്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ IT കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇൻഫോ പാർക്ക് എന്നൊക്കെ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് എന്നൊക്കെ വണ്ടികൾ മുമ്പ് കാർപൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈയിടെ എനിക്ക് ക്യുക്ക് റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതെന്താണ് ക്യുക്ക് റൈഡ് എന്ന് പറയാം, അതുപോലെ അതെങ്ങനെ ഉണ്ടെന്ന് പറയാം, അതിൻ്റെ ഗുണങ്ങൾ പറയാം, മേ ബി ദോഷങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്യുക്ക് റൈഡ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. ഓക്കെ, അങ്ങനെ പല ആപ്പുകളുണ്ട്. ഒരു ആപ്പിൻ്റെയും ഒരു പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏത് ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാർപൂൾ ആപ്പോ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ആപ്പിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എവിടുന്നെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ അയാളുടെ കൂടെ മറ്റുള്ളവർക്ക് കൂടി ആ ക്യാബ് അല്ലെങ്കിൽ ആ വണ്ടി ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ലീഗലാണോ എന്നുള്ള സംശയമുണ്ടോ? കാരണം കള്ള ടാക്സി അതല്ലെങ്കിൽ പെർമിറ്റില്ലാത്ത വണ്ടികൾ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളെ കയറ്റി കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ലീഗലായിട്ടുള്ള കാര്യമാണോ എനിക്ക് സംശയമുണ്ട്. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, പ്രത്യേകിച്ചും അഡ്വക്കേറ്റുമാരും വക്കീലുമാരൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ ഒരു ഫുൾ യൂസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ ക്യുക്ക് റൈഡിൽ ശരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, അഡ്രസ്സ്, അതുപോലെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ID ഒക്കെ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ പ്രശ്നമില്ല. കാരണം ഈ ക്യുക്ക് റൈഡ് നടത്തുന്ന ആളും കയറി പോകുന്ന ആളുടെ ID ഒക്കെ രണ്ടുപേർക്ക് കിട്ടുന്നുണ്ട്. ആ പ്രശ്നമൊന്നുമില്ല. ഞാൻ കൊച്ചിയിൽ നിന്ന് എനിക്ക് ഒരു ഡ്രൈവ് കഴിഞ്ഞ് വന്നപ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിനായിട്ട് ഞാൻ പോയപ്പോൾ വീട്ടിൽ ഉള്ള ആളുകളോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ ക്യാബായിട്ട് വരാം വീട്ടിലേക്ക്, എന്നിട്ട് തിരിച്ച് നമുക്ക് കാറിൽ പോരാന്ന് പറഞ്ഞു. അത് എയർപോർട്ടിൽ നിന്ന് വരുന്ന ക്യാബ്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ കാരണം അന്ന് ആസാമിലത്തെ MGയുടെ ഡ്രൈവർ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഡ്രൈവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം കൊണ്ട് ക്യാബിൻ്റെ കാര്യം ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ക്യാബില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയും വീട്ടിലേക്ക് പോകണം, തിരിച്ച് ഇവർ കൂടെ വരാൻ പറ്റുള്ളൂ. വണ്ടി അവിടെയാണ്. അപ്പോൾ 2 വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, ഈ വണ്ടിയുടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ബസ്സിന് പോകാമെന്ന് വെച്ചു. ബസ്സിന് പോകാൻ എനിക്ക് ഇഷ്ടമാണ്. നല്ല KSRTC യാത്ര എന്ന് പറഞ്ഞാൽ തീർത്തും എൻജോയബിളാണ്. പക്ഷേ പ്രധാന പ്രശ്നം തൃശ്ശൂർ ഭയങ്കര ഇഷ്യൂസാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഹൈവേയിൽ റോഡ് പണി നടക്കുകയാണ്. എല്ലായിടത്തും മേൽപ്പാലം വേണം, എല്ലായിടത്തും ഒരേ സമയം മേൽപ്പാലം വേണമെന്ന് വെച്ചിട്ട് കുറേ സ്ഥലത്ത് അങ്ങ് അടുപ്പിച്ച് പൊളിച്ചിട്ടു. പണ്ടൊക്കെ ട്രിവാൻഡ്രത്ത് പോകാനായിരുന്നു ബുദ്ധിമുട്ട് കൊച്ചിയിൽ നിന്ന് പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ പോകാനാണ് കൊച്ചിയിൽ നിന്ന് ബുദ്ധിമുട്ട്. ഒരു സമയത്ത് ഞാൻ പോയപ്പോൾ 5 മണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവിടുത്തെ അവസ്ഥ എന്താണത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് വേറൊരു ആൾട്ടർനേറ്റീവ്, അതായത് എളുപ്പ വഴികൾ നമുക്കറിയാം. കാറിലാണ് പോകുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും ചെയ്യുന്ന കാര്യം പറവൂർ കയറി കൊടുങ്ങല്ലൂർ ഞാനക്കൂടെ വഴി അങ്ങനെ നേരെ തൃശ്ശൂർ കയറി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കയറി പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ ആരും പോകുന്നില്ല. അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഈ ക്യുക്ക് റൈഡ് യൂസ് ചെയ്യുന്ന ആളാണ്. പുള്ളിനോട് പറഞ്ഞാ നീ ക്യുക്ക് റൈഡ് നോക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ക്യുക്ക് റൈഡ് എന്താണെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ക്യുക്ക് റൈഡിനെ കുറിച്ച് ചോദിച്ചു, അറിഞ്ഞു. അങ്ങനെ ഞാൻ ആ ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ അധികം റൈഡ് കാണിച്ചു. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർക്ക് എനിക്ക് പോകുന്നത് പട്ടാമ്പിക്കാണ്. പട്ടാമ്പിക്ക് നോക്കിയപ്പോൾ പട്ടാമ്പിക്കും ഒരു റൈഡ് കണ്ടു. ആ റൈഡിൽ ഞാൻ കയറി എന്ന് പറയുമ്പോൾ അത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങൾ പേ ചെയ്തോളൂ, ഇത്ര രൂപ പേ ചെയ്യണം, പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പോകാം. എനിക്ക് തോന്നുന്നു അന്ന് 390 രൂപയാണ്. എറണാകുളത്ത് നിന്ന് പട്ടാമ്പിക്കാൻ നോക്കിയപ്പോൾ റീസണബിളാണ്. കാരണം ബസ്സിന് പോയി കഴിയുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റിൻ്റെ ഏറെക്കുറെ കോസ്റ്റേ വരുന്നുള്ളൂ. മാത്രമല്ല ഒരു കാറാണ്, കാറിൽ അവരുടെ കൂടെ ഇരുന്ന് AC യിലിരുന്ന് പോകാൻ വർത്താനം പറയാം, ഒരു പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ളൊരു അവസരമാണ്. ഓക്കെ, ഞാനത് വളരെ ജോയ്ഫുള്ളി അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടുകൂടി അംഗീകരിച്ചു, പേയ്മെൻറ്റ് നടത്തി. ആപ്പിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ആണെങ്കിൽ ആ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ച് കിട്ടും. അതൊക്കെ ആപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഗുണമാണ്. പല ആപ്പുകളും പല സ്വഭാവമാണ്. ആപ്പിൻ്റെ പേഴ്സണലായിട്ടൊരു ആപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എനിക്ക് ആപ്പിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞതുള്ളൂ. അങ്ങനെ എന്നാൽ പിന്നെ ശരി, ആ വണ്ടിക്ക് പോകാമെന്ന് വെച്ചാൽ 2 മണിക്കാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. 3:30ക്കാണ് വണ്ടി വരാമെന്ന് പറഞ്ഞത്. 3:30 ആയപ്പോൾ ഞാൻ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് എടപ്പള്ളി പോയി. എടപ്പള്ളി വണ്ടിക്കായി കാത്ത് നിൽപ്പായി. അപ്പോൾ ക്യുക്ക് റൈഡിൻ്റെ ആളെന്നെ വിളിച്ചു. പുള്ളിക്ക് ഫോൺ നമ്പർ കിട്ടും, ആ ഫോൺ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ആപ്പിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടപ്പള്ളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വരുന്നത് തൃപ്പൂണിത്തുറ എന്നാണ്, എടപ്പള്ളി വഴിയല്ല വരുന്നത്, ഇരുമ്പനം വഴിയാണ്, കളമശ്ശേരിക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരിത്തിരി ഇത് വള്ളിയാവുമോ എന്ന് തോന്നി. അതായത് പണിയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ കളമശ്ശേരി വന്നിട്ട് അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അങ്ങനെ സംശയമായപ്പോൾ പിന്നെ
ഒന്നും ആലോചിച്ചില്ല. ഓക്കെ, എന്തായാലും പോയി നോക്കാം, ശ്രമമാണല്ലോ, വീഡിയോ ഉണ്ടാക്കാം എന്നുള്ള മൈൻഡ് എനിക്കുണ്ട്. കാരണം ഇതെങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ അറിയാലോ. ഞാൻ എന്ത് ചെയ്തു, നേരെ മെട്രോയിൽ എടപ്പള്ളിയിൽ നിന്ന് കയറിയിട്ട് നേരെ കളമശ്ശേരി പോയി ഇറങ്ങി. അവിടെ നിൽക്കുകയെന്ന് പറയുമ്പോൾ ചായ കുടിച്ചു കൂട്ടോ വരണം. അങ്ങനെ കാത്തു നിൽപ്പായി. 4 മണിക്ക് വരും എന്ന് പറഞ്ഞ വണ്ടി 4:15 എത്തിയിട്ടില്ല. ഓക്കെ, എനിക്കറിയാം കുറച്ചില്ല ട്രാഫിക് അത്രയും കൂടുതലായതുകൊണ്ട് നമുക്കതൊന്നും വലിയ വിഷയമല്ല. വരുമ്പോൾ വരട്ടെ, നമ്മൾ ഫോണിലൊക്കെ കുത്തി നിന്നു. ഒരു 4:30 ആയപ്പോൾ വണ്ടി വന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ കാത്തുനിന്ന് ഏത് വണ്ടി എനിക്കറിയില്ല, ഞാൻ ഏതാണ് വണ്ടി ചോദിച്ചിട്ടായിരുന്നില്ല. സെഡാൻ എന്നാണ് ആപ്പിലുണ്ടായിരുന്നുള്ളൂ. അതൊരു ചുവന്ന അമേസ് ആയിരുന്നു. ചുവന്ന അമേസിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ CNGയുടെ ഗുണങ്ങൾ കൂടി ഈ ഒരു ട്രിപ്പിൽ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വഴിയെ പറയാം. അങ്ങനെ വണ്ടി വന്ന് കയറുന്ന മുമ്പ് 2 പേര് ഫ്രണ്ട് സീറ്റിലുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ഒരാളുണ്ട്, കൂടാതെ ഒരു ആൾ ഇൻഫോ പാർക്കിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒബിയസ്ലി ബാക്ക് സീറ്റിൽ ഞാൻ ഇരുന്നു. ഒരു ഫുൾ സീറ്റ് എനിക്കായി കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, സംഭവം നല്ലതാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് പറയുന്നത് പലവിധമായ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നതാണ്. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു, ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് പരിചയപ്പെട്ടു. അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അടുത്തിരുന്ന ആളെ പരിചയപ്പെട്ടു. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ കൂടുതൽ വണ്ടിയുടെ കാര്യങ്ങൾ വന്നു. കാരണം നമ്മൾ വണ്ടി പ്രാന്തം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ വന്നു. എനിക്ക് പറയാൻ ടോപ്പിക്കായി. ഞാനിങ്ങനെ അനർക്കം കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു, വണ്ടിയുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഓരോ വണ്ടിയുടെയും കഥകൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി CNGയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ CNGയെ കുറിച്ച് ചോദിച്ചു. പുള്ളി പറഞ്ഞു എനിക്ക് CNG കിറ്റ് കയറ്റാനായിട്ട് 60,000 രൂപ വേണമെന്ന്. അപ്പോൾ CNG കിറ്റ് 2 തരത്തിലുണ്ട്. അത് ഞാൻ CNGയുടെ വീഡിയോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരു CNGയുടെ വീഡിയോ വരുമ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. എന്തായാലും പുള്ളി CNG കയറ്റത് 60,000 രൂപയ്ക്കാണ്. ആലപ്പുഴ നിന്നാണ് കയറ്റത്. 3 വർഷം കൂടുമ്പോൾ ടാങ്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബുക്കിംഗ് ആണ്. അതായത് കുറേ സമയം വെയിറ്റ് ചെയ്യണം. 3 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്താലാണ് ശരിക്കും നമുക്ക് അതിനുള്ള ഒരു സ്ലോട്ട് കിട്ടൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊക്കെ നോക്കി. പിന്നെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു. അമേസിന് സാധാരണ എത്ര കിട്ടുക? പെട്രോൾ അമേസിന് ഒരു 12 to 16 കിട്ടുക. ഇതൊരു കിലോ CNGക്ക് പുള്ളിക്ക് 25 കിട്ടുമെന്ന് പറഞ്ഞു ഹൈവേ യൂസിൽ. അങ്ങനെ പോകുമ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇവിടുന്ന് കൊച്ചി ടു പട്ടാമ്പുള്ളി നിലമ്പൂർ പെരുന്തൽമണ്ണ. ഓക്കെ, അവിടേക്ക് പോകാനായിട്ട് പുള്ളിക്ക് ചിലവ് ഒരു 1000 രൂപ താഴെയാണ് CNGയിൽ. പെട്രോൾ ആണെങ്കിൽ 2000 വരും. പകുതി പൈസയിൽ പോകാൻ പറ്റും എന്നുള്ളത് തീർത്തും യൂസ്ഫുള്ളായ കാര്യമാണ്. അതിൽ തന്നെ പുള്ളി ഈ കാർ പൂളിങ്ങുള്ള ആപ്പിൽ എടുത്തുകൊണ്ട് തന്നെ 2 പേരെ കിട്ടി. 390 ഈക്വൽ ടു 800 റുപ്പീസ് ഏകദേശം. അപ്പോൾ പുള്ളിക്ക് ആ പോകാനുള്ള ചിലവ് കവറായി. ടോളും അല്ലെങ്കിൽ ഉള്ള കാര്യം കൊടുക്കേണ്ട കാര്യമുള്ളൂ, ബാക്കിയുള്ള കാര്യം കവേർഡായി. ഇതോട് 4 ആളുണ്ടെങ്കിൽ ലാഭം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇവർ വണ്ടി ഓടിച്ച് പോകുന്നു, നമ്മളവരെ കൂടെ പോകുന്നു. നമുക്ക് തോന്നും ഈ പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ, അല്ലെങ്കിൽ ഇത് ഡ്രൈവ് ചെയ്യുന്ന ആളാണോ, സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ തോന്നും. പക്ഷേ ഒരു ടാക്സി വിളിച്ച് നമ്മൾ പോകുന്നില്ലേ, അത്രയും റിസ്ക്കേ ഉള്ളൂ. കാരണം ഈ പുള്ളി എന്തായാലും പോവാണ്, നമ്മൾ കൂടെ പോകുന്നതേ ഉള്ളൂ. ഇതിൽ ഓവർ സ്പീഡായിട്ട് ഓടിക്കുന്നില്ല, റാഷ് ഡ്രൈവിംഗ് ഇല്ല. കാരണം ഒരു ഉത്തരവാദിത്തമാണല്ലോ. ഇപ്പം കാർ പൂളിങ് അല്ലെങ്കിൽ ഈ ക്വിക്ക് റൈഡ് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഉത്തരവാദിത്തമാണ് ഉള്ളിലുള്ള ആളെ സേഫായിട്ട് എത്തിക്കുക, നമ്മളെ പോകുന്ന പോലെ തന്നെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത് ഒക്കെ കവേർഡാണ്. മാന്യമായിട്ട് ഓടിക്കുന്ന ആളുകളുടെയാണ് കൂടെയാണ് പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ആപ്പിലുണ്ട്. ഒരാൾ റാഷ് ഡ്രൈവിംഗ് ആണ്, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന വണ്ടി ഓടിക്കലാണ്, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ പ്രശ്നമുണ്ട്, അറിയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ക്വിക്ക് റൈഡിലത് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ കവറായി. അങ്ങനെയുള്ള ക്വിക്ക് റൈഡ് എന്ന് പറഞ്ഞാൽ ആപ്പ്, ഏതോ ആപ്പ് കാർപ്പൂൾ ഏതോ ആപ്പിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുന്നത്. അടുത്ത തവണ വണ്ടി വിളിക്കുന്ന ആൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ തീർത്തും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞു പുള്ളിക്ക് പോകേണ്ടത് പട്ടാമ്പിക്കാണ്, അപ്പോൾ ഞാൻ ഷൊർണൂർ വഴി പോകുന്നു പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ചുങ്കത്ത് ചെറുതിരുത്തി ഇറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ പുള്ളിക്ക് ആറങ്കോട്ടര വഴി, അത് വ്യാസ കോളേജിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കണം. അത് കുറച്ചും കൂടി നല്ല വഴിയാണ്, എളുപ്പത്തിൽ പട്ടാമ്പി എത്താൻ പറ്റും. അത് കാണിച്ചു കൊടുക്കാൻ പുള്ളി സമ്മതിച്ചു. അങ്ങനെ പുള്ളി ആ വഴി കയറി. അങ്ങനെ വടക്കാഞ്ചേരി വന്ന് നമ്മൾ ഓട്ടുപാറ വഴി തിരിഞ്ഞ് വ്യാസ കോളേജിൻ്റെ കൂടെ കയറിയില്ല, കാരണം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അടുത്ത ആൾക്ക് ഇറങ്ങാണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇറക്കിയിട്ട് നമ്മളങ്ങനെ പോയിട്ട് കുണ്ടന്നൂർ വഴി കയറി തലശ്ശേരി പോയി, തലശ്ശേരി പരിചയപ്പെടുത്തി കൊടുത്തു, ആറങ്കോട്ടര പരിചയപ്പെടുത്തി കൊടുത്തു. വന്ന് വഴി പറഞ്ഞു പട്ടാമ്പിക്കാണ് പോകേണ്ടതെന്ന്. ഞാൻ എന്നിട്ട് അങ്ങനെ ആറങ്കോട്ടര ഇറങ്ങണ്ടായത്. ഇറങ്ങിയത് വെറുതെ ഇറങ്ങല്ല, പുള്ളിയുടെ കൂടെ ഇറങ്ങി നിന്നു, ഒരു ചായ കുടിച്ചു, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു. വളരെ സന്തോഷപൂർവ്വം ഒരാളെ പരിചയപ്പെട്ടു, ഒരു നമ്പർ സേവ് ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഒരു കോൺടാക്റ്റ് കിട്ടിയെന്നുള്ളതാണ്. എന്നെപ്പോലുള്ള ഇൻട്രോവേർട്ടായ ആളുകളെ ഇടിച്ചു കയറി പരിചയപ്പെടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ആപ്പുകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാളുമായിട്ടുള്ള പരിചയം കൂടെയാണെന്നുള്ളതാണ്. അതായത് നമ്മളൊരു വണ്ടിയിൽ ഒരു അടച്ചു കെട്ടിയ ഒരു മെറ്റൽ ബോക്സിനുള്ളിൽ കുറേ സമയം നമ്മൾ യാത്ര ചെയ്യാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ഉള്ളിലത്തെ ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരും. വേണമെങ്കിൽ ഹെഡ്സെറ്റിൽ പാട്ട് വെച്ച് ബോറിനായിട്ടിരുന്ന് മൊബൈലിൽ കുത്തിയിരിക്കാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അതുമാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർക്ക് എത്തണമെങ്കിൽ ഈ ബ്ലോക്കുകൾ മുഴുവൻ കവർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന വഴികളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴികളുണ്ട്, ആ വഴികളിൽ പോയാൽ നമുക്ക് ബ്ലോക്കിലാണ് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്കമാലി കഴിഞ്ഞിട്ട് കുറച്ച് പോയി കഴിയുമ്പോൾ അവിടെ AI ക്യാമറ വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട്, പൊങ്ങം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചാലക്കുടിയിലെ ഡിവൈൻ കേന്ദ്രത്തിൻ്റെ അടുത്ത് പോയി ഇറങ്ങാം. അപ്പോൾ പല ബ്ലോക്കുകളും അവിടെ ഒഴിവാവും. ആ വഴി പോയി കഴിഞ്ഞാൽ വേഗം എത്തുന്നുള്ള ഒരു ഗുണമുണ്ട്. അങ്ങനെ
പല കാര്യങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, പുള്ളി ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, വണ്ടിയുടെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ക്വിക്ക് റൈഡ് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് തന്നത്. അത് ലീഗലാണെങ്കിൽ അതൊരു അടിപൊളി സംഭവമാണ്. ഞാൻ ഈ ലീഗലാണെങ്കിൽ എന്ന് പറയാൻ കാരണം ഇപ്പോഴും കളർ ടാക്സി പിടിക്കുന്ന പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, റെൻറ്റ് വണ്ടി പ്രോപ്പറായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആൾക്ക്, ഇപ്പോൾ എനിക്കോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യുന്ന ഒരാൾക്കോ ഒരു ആപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആ ആപ്പിൻ്റെ കൺസെപ്റ്റ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതിന് ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ കാര്യം ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ക്വിക്ക് റൈഡ് തന്നത്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.